ഐ റിയലി വോണ്ട് ടു സ്റ്റഡി. പക്ഷെ ഭയങ്കര മടിയാ ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നേ ഇല്ല. പ്രൗഡാണോ? തീർച്ചയായും. ഹലോ ഗൈസ്, എന്നെ വിശേഷം. ഇന്നൊരു നല്ല അടിപൊളി മഞ്ഞുള്ള ദിവസമാണ്. അപ്പോൾ നമുക്കിന്നൊരു മഞ്ഞത്തൊരു ഗ്രോസറി ഷോപ്പിങ്ങും ഒരു ഡേ ഇൻ അവർ ലൈഫ്സ് എടുത്താലോ. പിന്നെ മഞ്ഞായത് കാരണം നമ്മളുടെ മുടിയും ഒന്നും ഡ്രസ്സും ഒന്നും ആരും കാണത്തില്ല. ബിക്കോസ് നമ്മൾ ബിഗ് ജാക്കറ്റ് ഓൺ, പിന്നെ നമ്മൾ കൂടെ ട്യൂക്ക് ഓൺ. അത് കാരണം ഇതാണ് ഹെയർ സ്റ്റൈൽ ഫോർ ദ ഡേ. ആൻഡ് ലെറ്റ്സ് ഗോ. സോ യാ, നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണേ. ബേബി എന്ത് കുറച്ച് മഞ്ഞുണ്ട്, പക്ഷേ ടെമ്പറേച്ചർ ഒരു ഫീൽസ് ലൈക്ക് 1 degree ആണ്, ബട്ട് ഫീൽസ് ലൈക്ക് -1 സംതിങ് ലൈക്ക് ദാറ്റ്. അത് കാരണം താഴോട്ട് മഞ്ഞായിട്ട് വീഴുന്നില്ല, വെള്ളമായി പോവാം. കുറേ ഉരുകി. ഷോപ്പിംഗ് ബാഗ്സ് ഒക്കെ വെച്ചു. എപ്പോഴും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും ഒക്കെ പറയും, അതായത് കണ്ണാടി നല്ല അടിപൊളിയാണ്, കണ്ണാടി ഭയങ്കര കൂളാണെന്നൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കണ്ണാടി പൊട്ടിപ്പോയി. സോ ഐ ഹാവ് ടു ഗെറ്റ് എ ന്യൂ വൺ. പൊട്ടിപ്പോയി, കുഞ്ഞൊരു പൊട്ടല്ല, പക്ഷെ വെക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമുക്ക്. സോ ഐ ഹാവ് ടു ഗെറ്റ് എ ന്യൂ സൂപ്പർ കൂൾ ഗോഗിൾസ് ഇറ്റ് സീംസ്. ഞാൻ ഒന്നും കണ്ടുവച്ചിട്ടുണ്ട്, പതിയെ ഇനി മേടിക്കണം. അതല്ല, ഇത് കൂളല്ലല്ലോ. ഈ കണ്ണാടി ആകുമ്പോഴത്തേക്ക് നമുക്ക് വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും നമ്മുടെ കണ്ണിന്റെ ഫുൾ സൈഡ് പ്രൊട്ടക്റ്റഡ് ആവും. ഈ സൈഡിലൊന്നും വെട്ടം അടിക്കത്തില്ല. നമ്മൾ മറ്റേ സാധാരണ കണ്ണാടി വെക്കുമ്പോൾ ലൈക്ക് ആ വട്ടം ഇവിടെ വരെയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. സോ ഐ വാസ് വെരി കംഫർട്ടബിൾ വിത്ത് ദിസ് വൺ. ഇറ്റ് വാസ് കൂൾ ആൻഡ് വെരി യൂസ്ഫുൾ. സോ യാ, പറഞ്ഞില്ലേ മഞ്ഞാണ്, പക്ഷേ മഞ്ഞതുള്ളി താഴേക്ക് വീഴുന്നില്ല. നമ്മളെ വണ്ടിയിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ, വണ്ടി ഒഫ ഇരുന്നിട്ട്. അത് കാരണം അയ്യോ, എനിക്ക് എല്ലാവരും തണുക്കണം, അല്ല ചൂടാവണം. ഇന്നത്തെ വെതറിനെ പറ്റി ബേബിയുടെ അഭിപ്രായം എന്താണ്? നല്ല വെതറാണ്. ആക്ച്വലി ഇറ്റ് വാസ് നൈസ് വെതർ ഇന്നലെ ഒക്കെ അല്ലേ? ഇന്നലെ നല്ല വെതറായിരുന്നു. ഇന്നലെ പക്ഷെ ഭയങ്കര മഴയായിരുന്നു, മഴയും മഞ്ഞും കൂടെ ഫ്ലഷ് ആയിട്ടായിരുന്നു. ഇന്നലത്തേലും ബെറ്റർ ഇന്ന്. ഓ, പിന്നെ വേറൊരു കാര്യം, ബേബിക്ക് നോമ്പല്ലേ? ഹൗ ഇസ് നോമ്പ് ഗോയിങ്? ഇന്ന് ഡേ 3 ആണോ 2 ആണോ? ഡേ 3. എങ്ങനെയുണ്ട് ഡേ 3? നല്ല. ഹൗ ഡു ഫീൽ? ഓക്കേ. യാ. എത്ര നേരം ഫാസ്റ്റിംഗ് ചെയ്യണം? ഇപ്പം 12 hours സംതിങ്. 12 hours അത്രേ ഉള്ളൂ ഇവിടെ. ഇപ്പം വിന്റർ ആയതുകൊണ്ട് അടുത്ത കൊല്ലം ഇതിലും കുറയും. 11 hours സംതിങ് ഒക്കെ ആയിരുന്നു. ഓ, നേരത്തെ വരുന്ന കാരണം തണുപ്പ്. സൺസെറ്റും സൺറൈസും നേരത്തെ, സൺറൈസ് ലേറ്റും സൺസെറ്റ് നേരത്തെ ആയതുകൊണ്ട്. സമ്മർ ആകുമ്പോൾ സൺറൈസ് നേരത്തെ, സൺസെറ്റ് ലേറ്റും ആകുമ്പോൾ ഓൾമോസ്റ്റ് 16 to 17 hours ഒക്കെ ഫാസ്റ്റിംഗ് വരും. ഓ, ഞാനും പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്നു, റമദാനെ പറ്റിയും അല്ലേ ബേബി, ഫാസ്റ്റിങ്ങിനെ പറ്റിയൊക്കെ ഇങ്ങനെ പഠിക്കുന്നു. ആദ്യമൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, ഞാൻ കഴിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നു ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു. ബട്ട് ദെൻ എല്ലാം അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇറ്റ്സ് ഈസി ഓൺ us ദാറ്റ് ബേബി കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് നോമ്പെടുക്കുന്ന ആളാണ്, ആൻഡ് ഇറ്റ്സ് എ ബിഗ് ഡീൽ ഫോർ മുസ്ലിംസ്. സോ യാ, ഇങ്ങനെ പോകുന്നു അല്ലേ, നല്ലൊരു നോമ്പ് അല്ലേ? സോറി, ഞാൻ ഒരു ഡിസ്ട്രാക്ഷൻ ആകട്ടോ. ഞാൻ വണ്ടി ഓടിക്കത്തില്ല, പാസഞ്ചർ പ്രിൻസസാ. ഇങ്ങനെ ഇരുന്ന് കഥ പറയത്തേ ഉള്ളൂ, വണ്ടി ഓടിക്കത്തില്ല. കഥയല്ല, അഭിപ്രായം. അങ്ങനെ നമ്മൾക്ക് വണ്ടി ഓടിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ നമ്മുടെ ഭാഗത്തുനിന്ന്. അത് അഭിപ്രായമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ അഭിപ്രായമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ ഐ ലൈക്ക് ദിസ്, ഇറ്റ്സ് ഫൺ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒരാള് നമ്മളിങ്ങനെ എല്ലായിടത്തും ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. ഈവൻ നമ്മുടെ ജോലി പോലും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ആയിരുന്നപ്പോഴും ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. ജോലിക്കൊക്കെ പോകണമെങ്കിൽ എത്രയോ ബസ് കയറി പോകണം. അതുകൂടാതെ തണുപ്പാണെങ്കിലും ഡസന്റ് മാറ്റർ. ഇപ്പം ഇവിടെ GTA വെദർ ഇസ് നോട്ട് ദാറ്റ് ബാഡ്. ഞാൻ നേരത്തെ ആയിരുന്ന സ്ഥലത്തൊക്കെ ഇറ്റ്സ് ഓൾവേസ് കോൾഡ്. അവിടെ അതായത് ലേക്സ് ഉണ്ട് അവിടെ കുറെ. അത് കാരണം ഇറ്റ് യൂസ് ടു ബി വെരി കോൾഡ്. ആ സമയത്തെല്ലാം നമ്മൾ ജാക്കറ്റും ബൂട്ട്സും ഒക്കെ ഇട്ട് ബസ്സൊക്കെ കയറി പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോഴും പോവായിരുന്നു, ആ സമയത്ത് ഒത്തിരി നടക്കുമായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് സോ ഗുഡ്. ഇപ്പോഴത്തെ ജോലി നമ്മൾ ഒരു ഇന്റർസെക്ഷന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. സോ ഭയങ്കര കംഫർട്ടബിൾ ആണ്, വിച്ച് ഇസ് നോട്ട് ഗുഡ്, ബട്ട് ഐ എം എൻജോയിങ് ഇറ്റ്. ബേബിക്ക് സന്തോഷല്ലേ എന്നെ ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകാൻ അല്ലേ? പാസഞ്ചർ പ്രിൻസസ്.
എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എത്തി, കോസ്കോ. ഭയങ്കര തിരക്കാണ് കോസ്കോയിൽ നിന്ന്. സാറ്റർഡേ ആണല്ലോ പൊതുവെ എല്ലാവരും ഗ്രോസറി ഒക്കെ മേടിക്കാൻ വരുന്നത്, ഗ്രോസറി ഷോപ്പിങ്ങിന് വരുന്നത്. കാരണം പാർക്കിങ് തപ്പി നടക്കുക നമ്മൾ. തണുപ്പായതുകൊണ്ട് അടുത്ത എവിടെയെങ്കിലും പാർക്കിങ് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഏറ്റവും അടുത്തുള്ളതാ പാർക്ക് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ട്. സർക്കാസം ചെയ്തു. കോസ്കോയിൽ വരുന്ന പേരും പറഞ്ഞ് ഞാൻ ഈ മോളിലുള്ള സകലമായ കടയിലും കയറി നിരങ്ങാറുണ്ട്. നല്ല തണുപ്പൊന്നും കേട്ടോ, കാറ്റുണ്ട് ഇപ്പൊ. കോസ്കോ ബേബി എക്സൈറ്റഡ് ആണോ കോസ്കോ ഷോപ്പിങ്ങിന്? എക്സൈറ്റഡ് ആവും. എന്താ കുറച്ച് എക്സൈറ്റഡ് ആയാലും എന്താ, ഞാൻ എക്സൈറ്റഡാ. ബോയ്സിന് പൊതുവെ ഷോപ്പിംഗ് ഒന്നും പോകുന്നത് എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമല്ലേ? അതാണോ? എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. പാലും മുട്ടയും ചിക്കനും മേടിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത്. ഐ തിങ്ക് വെള്ളം ടു. സോ യാ, നോക്കി നടക്കട്ടെ, അല്ലെ ഞാൻ ഇവിടെ താറായി കിടക്കും. വേറെ കോസ്കോയിൽ പോകേണ്ടി വരും അടുത്ത ആഴ്ച തൊട്ട്. ഒരു കാട്ട് പോലും ഇല്ല. ഐ തിങ്ക് വി ഹാവ് ടു ഗോ ഔട്ട് ആൻഡ് ഗെറ്റ് എ കാർട്ട്. ബേബിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയാണോ? ഇപ്പൊ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടോ കാർട്ട് വരെ? ഉണ്ടോ? നമുക്കൊരു ഫാമിലി കാർട്ട് തന്നു. സോ നമ്മള് സ്കാൻ ചെയ്തു. ഭയങ്കര കൈൻഡ് ആയിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തിനാ കോസ്കോ മെമ്പർഷിപ്പ് എന്ന്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കോസ്കോയിൽ വന്ന് തുടങ്ങിയ പിന്നെ വേറെ എങ്ങും നമുക്ക് പോകണ്ട. എല്ലാ സാധനങ്ങളും A to C നമുക്ക് ഇവിടുന്ന് തന്നെ മേടിക്കാം. നമ്മളുടെ ഷൂ വെക്കുന്ന സ്റ്റാൻഡോ അല്ലെങ്കിൽ ഗ്രോസറിയോ അല്ലെങ്കിൽ ഐസ്ക്രീം മെഷീനോ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും. വേറൊരു പ്രശ്നമുണ്ട്, കോസ്കോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം വേണം. എല്ലാ സാധനങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മേടിക്കാൻ വന്ന സാധനം മിക്കവാറും മേടിക്കത്തില്ല. പക്ഷേ ദിസ് ടൈം വി വർ വെരി ക്ലിയർ. അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ മേടിക്കാവുള്ളൂ. താങ്ക് യു. Always scan your item PIN pad. ഇന്ന് ഫോർ ദ ഫസ്റ്റ് ടൈം എവർ നമ്മൾ മേടിക്കുമെന്ന് പറഞ്ഞ സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഓക്കെ, പാല്, മുട്ട, ചിക്കൻ, പിന്നെന്താ മേടിച്ചത്? അത് മാത്രം, വെള്ളം. സോ ഐ തിങ്ക് ഐ എം സോ പ്രൗഡ് ഓഫ് അവർ സെൽസ്. ഐ ഡോണ്ട് നോ അബൌട്ട് ബേബി. ബേബി പ്രൗഡ് ആണോ? തീർച്ചയായും. ബേബി എന്താ ഇമോഷണൽ ഡാമേജിൽ പെട്ടിരിക്കും? ബേബി എന്താ ഇമോഷണൽ ഡാമേജ് പെട്ടിരിക്കുമോ? നമുക്കറിയാം. ആ വീഡിയോ ഇടുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ വീഡിയോ ഇവിടെ ബേബിക്ക് ഇമോഷണൽ ഡാമേജ് വരുന്ന വീഡിയോ ഞാൻ ഇവിടെ ചേർക്കുന്നതായിരിക്കും. ഫ്ലാഷ് ബാക്ക്. ഫ്ലാഷ് ബാക്ക്. ആർക്കാ ഇപ്പൊ ഇമോഷണൽ ഡാമേജ് ഒന്നും ഫിസിക്കലായിട്ട് ഡാമേജ് ഉണ്ടായിരുന്നു നമുക്കറിയാം. അത് രണ്ട് ടേക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയും ചെറിയൊരു കോസ്കോ ഷോപ്പിംഗ് കുറെ നാളത്തേന് ശേഷം ആദ്യമായിട്ടല്ലേ? ഇപ്പൊ നമ്മൾ വന്നപ്പോഴത്തെ പോലെ അല്ല കേട്ടോ, നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞ് പെയ്യുമ്പോൾ അത്രയും തണുക്കത്തില്ല, നമുക്ക് അത്രയും തണുപ്പുണ്ടാവത്തില്ല. ഇപ്പം നല്ല കാറ്റുണ്ട്. ഇന്ന് നമ്മള് വേറെ എങ്ങും കേറുന്നില്ല. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? അതെ, ഇന്ന് നമ്മള് വേറെ ഒന്നും കേറുന്നില്ല. ബിക്കോസ് ഇന്ന് ബേബിക്ക് നോമ്പൊക്കെ അല്ലേ, ബേബി ഫാസ്റ്റിംഗ് ഒക്കെ അല്ലേ. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ നേരത്തെ വീട്ടിൽ പോവാം. ഇനി നമ്മളുടെ ഷോപ്പിങ്ങും കറങ്ങി നടക്കലും ഒക്കെ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും. ഒരു കോസ്കോ ഷോപ്പ് റൺ, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം കാണിക്കാതെ നിങ്ങളെ. ബേബിയുടെ അതിവിദഗ്ധമായിട്ടുള്ള പാർക്കിംഗാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ബേബിനെ കളിയാക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ്ടേ അവിടുത്തെ മഞ്ഞയില ഉരുകി പോയ പോലെയുണ്ട്. പെട്ടെന്ന് ഭയങ്കര തണുത്ത കാറ്റായി പോയി. പെട്ടെന്ന് ഭയങ്കര തണുത്ത കാറ്റ്. മുഖമൊക്കെ പെട്ടെന്ന് ചുമന്ന്.
പെട്ടെന്ന് ഒരു തണുത്ത കാറ്റും തണുപ്പും അല്ലേ? ഫ്രീസിംഗ് റെയിൻ ഫ്രീസിംഗ് റെയിൻ ആണോ? തോന്നുന്നു. ഓ, that may be it. So yeah, shopping is done. ഇനിയാണ് നമ്മൾ ചെയ്യുന്നത്. വീട്ടിൽ പോകുന്നു. നമുക്ക് മറ്റേ പച്ചമുളക് മേടിക്കണ്ടേ? ഇന്നലെ പച്ചമുളക് ഉണ്ടായിരുന്നില്ലല്ലോ നമ്മൾ മേടിച്ചത്. ചില്ലി ചിക്കൻ അല്ലോ, ചില്ലി ചിക്കന് പച്ചമുളക് ഉണ്ടല്ലോ, ക്യാപ്സിക്കം പറയാം. അതെ, ബട്ട് സ്റ്റിൽ രാത്രി ചിക്കൻ പോകാൻ മേടിക്കാമല്ലോ. ഓക്കെ, then we'll go before 10. നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാ. ഞാൻ ചില്ലി ചിക്കൻ അല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, ഞാൻ ഒരു ചൈനീസ് ചിക്കൻ ഉണ്ടാക്കുന്നത്, ബട്ട് നോട്ട് ചില്ലി ചിക്കൻ. എന്റെ ചില്ലി ചിക്കൻ ഒരിക്കലും നന്നായിട്ട് വന്നിട്ടില്ല. സോ യാ, ഐ ഹാവ് എൻ അസൈൻമെൻറ്റ് ടു ഡു. നമ്മൾ പുറത്ത് പോയി വന്നു, ഗ്രോസറി എല്ലാം എടുത്ത് വെച്ചു, ആൻഡ് പെട്ടെന്ന് കുക്ക് ചെയ്തു. ബേബി നോമ്പ് തുറന്നു, ബേബി ഇപ്പോൾ ടി വി കാണും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഇരുന്ന് എല്ലാ അസൈൻമെൻറ്റ് ചെയ്യാമെന്ന് ഓർത്തു. കാരണം ഇപ്പം നമ്മളൊരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ജിമ്മിൽ പോകും, അത് കഴിഞ്ഞ് പോയി വന്നു കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ഐ തോട്ട് ഐ ജസ്റ്റ് ഡു ഇറ്റ് നൗ. ഐസ് മനുഷ്യ, പക്ഷേ നമ്മൾ ജിമ്മിൽ പോവുക, ബിക്കോസ് യു ഹാവ് ടു വർക്ക് ഔട്ട്. ഞങ്ങൾ എന്നോട് ജിമ്മിലോട്ട് പോകാൻ ഇറങ്ങി. ഇവിടെയാണ് ഐസ് മഴ. അപ്പൊ പയ്യെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. നമ്മളിപ്പോൾ പോകുന്നത് ഒരു 80 കിലോമീറ്റർ സോണാണ്, പക്ഷേ എല്ലാവരും പോകുന്ന ഒരു 30-20 പോകുന്നത്. ബിക്കോസ് നമ്മൾ ഈ ഫ്രീസിങ് റെയിനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കണമെന്നില്ല. സോ ബെറ്റർ സേഫ് ദാൻ സോറി. എല്ലാവരും അത് തന്നെ ഫോളോ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ എന്ന്, ഏറ്റവും ഫ്രണ്ടിലുള്ള വണ്ടി അവർ മറ്റേ ഹസാർഡ് ഇട്ട് പോവാണ്. സോ ദാറ്റ് പുറകിലുള്ള എല്ലാവരും ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്, വിച്ച് വാസ് ഗുഡ് ഫോർ അസ് ടു. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു നമുക്ക് പച്ചമുളക് വേണം, അപ്പോൾ അത് മേടിക്കാൻ പോകണമെന്ന്. അപ്പം ഞാൻ കണ്ടൊരു കാര്യമാണ്, ഇത് ഏത്തക്കായാ? ഇത് ഏത്തക്കയാണ്. നോർമൽ ഏത്തക്ക, ഹവായൻ green planted. Okay. Oh, thank you. ഭയങ്കര തണുപ്പായി. But as I said, we have to work out. No matter the weather, no matter the situation, work out. ഞാൻ ജിമ്മ് തുടങ്ങിയപ്പം എനിക്കറിയത്തില്ലായിരുന്നു ജിം എത്രത്തോളം എൻ്റെ ലൈഫിനെ മാറ്റിമറിക്കുമെന്ന്. ബേബി 10th ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണ്, പക്ഷേ എനിക്ക് അത്രയും ജിമ്മ്, വർക്കൗട്ട്, റുട്ടീന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ലായിരുന്നു. ബട്ട് ജിം ഹാസ് മെയ്ഡ് മൈ ലൈഫ് സോ ഈസി. അതായത് സിൻസ് ഐ ഹവ് സ്റ്റാർട്ടഡ് മൈ കോർപ്പറേറ്റ് ലൈഫ്, ദ സെഡൻറ്ററി ലൈഫ് വാസ് ലിറ്ററലി കില്ലിങ് മീ. അതായത് ഒന്നും ചെയ്യുന്നില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ, അത് കഴിഞ്ഞ് എൻ്റെ സോഫ, ആൻഡ് ദെൻ മൈ ബോഡി വാസ് സ്റ്റിഫ്, ഐ വാസ് ഇൻ ഫീലിംഗ് വെൽ, മൈ തല വാസ് നോട്ട് വർക്കിംഗ് വെൽ. സോ ഐ സ്റ്റാർട്ടഡ് ജിം വിത്ത് ബേബി. എൻ്റെ ഫിസിക്കൽ ഹെൽത്തിനെക്കാട്ടിലും മൈ മെൻ്റൽ ഹെൽത്ത് ഹാസ് ഇംപ്രൂവ്ഡ് സോ മച്ച്. ഇന്ന് എത്ര വെതർ കണ്ടുവല്ലേ നമ്മൾ. രാവിലെ മഞ്ഞ് പെയ്തു, അത് കഴിഞ്ഞ് ഫ്രീസിങ് റെയിൻ ആയി, ഇതാ ഇപ്പോൾ ഒരു സ്ലഷ് മോഡൽ മഞ്ഞ്.
അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇവിടെ ഒക്കെ ഒരു സെയിങ് ഉണ്ട്, ഡോണ്ട് ട്രസ്റ്റ് 3 Ws, വെദർ വർക്ക് ആൻഡ് തേർഡ് വൺ ഞാൻ പറയുന്നില്ല, കാരണം യു ഓൾവേസ് ഹാവ് ടു ട്രസ്റ്റ് എ തേർഡ് W ആണ് നിങ്ങളുടെ ലൈഫിനെ നയിക്കുന്നത്. സോ നമ്മുടെ എല്ലാം കഴിഞ്ഞു. ആൻഡ് ദെൻ നമ്മുടെ വൈപ്പർ ഫ്രോസൺ ആയി പോയായിരുന്നു. അപ്പം വി കുഡൻറ്റ് ടേക്ക് ദ കാർ. നമ്മളവിടെ വെയിറ്റ് ചെയ്തു, മഞ്ഞിങ്ങനെ ഉരുകി വീഴുന്നിടം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. അതായത് വെതർ ഭയങ്കര കോസിയാണ്, തണുപ്പാണ്, കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റുന്ന വെതറാണ്. ബട്ട് സ്റ്റിൽ വി പവർ ത്രൂ. നമ്മൾ ജിമ്മിൽ പോയി നമ്മളെ കാര്യങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അതൊരു ഭയങ്കര ഒരു നല്ലൊരു ഹാപ്പിനെസ് അല്ലേ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഗീവ്സ് യു എ ലോട്ട് ഓഫ് സെറട്ടോണിൻ, ഡോപ്പമീൻ ആൻഡ് എവറിത്തിങ്. ആൻഡ് പാർട്ട്ണറിൻ്റെ കൂടെ ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പം യു ആക്ച്വലി ബിൽഡ് എ ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് ബോണ്ട് വിത്ത് ദം. ആൻഡ് പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തോരം കാര്യങ്ങളാണ് നമ്മളൊരു ദിവസം കാണുന്നത്, എത്ര മുന്നേനാന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിൽ പോലും എന്തോരം കാര്യങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ. സോ ഐ വാസ് ബീങ് ഗ്രേറ്റ്ഫുൾ. ജിം കഴിഞ്ഞു ആൻഡ് നമ്മളത് തിരിച്ചു വന്നു. ബട്ട് ഐ ഹാവൻ ഫിനിഷ് മൈ അസൈൻമെൻറ്റ്. ഐ ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ ഇപ്പോൾ ചെയ്യണോ അതോ കുളിച്ചിട്ട് വന്നിട്ട് ചെയ്യണോ എന്ന് ആലോചിക്കുക. ഐ തിങ്ക് ഐ ജസ്റ്റ് ഫിനിഷ് ഇറ്റ് ടുഡേ ഇറ്റ് സെൽഫ്. ഐ ഹാവ് ടു ഫിനിഷ് ഇറ്റ്. 23 സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി 22. സോ ഐ ഹാവ് ടു സബ്മിറ്റ് ഇറ്റ് ടുഡേ. സോ എൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, കുളിച്ചു. And finally we are ready for bed. We ഉറങ്ങി ഓൾറെഡി. ബേബി ആയിരുന്നു. ഞാനും ഇപ്പോൾ കിടക്കാൻ പോകും. I wanted to try something new, like ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കാനും കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. And I think I'm getting a knack of it and I'll do more. അപ്പോൾ ശരി.